പറവൂരിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിച്ച പ്രതിപക്ഷ നേതാവും എംഎൽഎയുമായ വി.ഡി. സതീശന് പറവൂരിൽ ആവേശോജ്വലമായ വരവേൽപ്പ്. ഗവൺമെന്റ് കോളേജും സ്റ്റേഡിയവും യാഥാർത്ഥ്യമാക്കുന്നതിന് ഫലപ്രദമായ രീതിയിൽ ഇടപെട്ട അദ്ദേഹത്തെ യു.ഡി.എഫ് നിയോജകമണ്ഡലം ചെയർമാൻ പി.എസ്. രഞ്ജിത്തിന്റെ അധ്യക്ഷതയിലാണ് സ്വീകരിച്ചത്. പറവൂരിൽ ഗവൺമെന്റ് കോളേജും സ്റ്റേഡിയവും യാഥാർത്ഥ്യമാക്കുന്നതിനായി ഫലപ്രദമായ രീതിയിൽ ഇടപെട്ട പ്രതിപക്ഷ നേതാവും പറവൂരിന്റെ എംഎൽഎയുമായ വി.ഡി. സതീശന് ആവേശോജ്വലമായ വരവേൽപ്പാണ് നൽകിയത്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അടുത്ത വർഷങ്ങളിൽ പറവൂരിൽ വരാൻ പോകുന്നതെന്ന് മറുപടി പ്രസംഗത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുത്തു. നടപടികളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊസീജിയർ ഫോർമാലിറ്റീസും നമ്മൾ കൃത്യമായി നിർവഹിച്ചു. ഇത് 2021 കോവിഡ് കഴിഞ്ഞ ഉടനെ നമുക്ക് ക്ലാസുകൾ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷെ സർക്കാരിന്റെ ധനപ്രതിസന്ധിയും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണമാണ് ഇതിപ്പോഴും വൈകിയത്. അവസാനം ഇത് നൽകാമെന്നുള്ള ധാരണ ധനവകുപ്പിന്റെ അനുമതി നൽകി. ഞാനപ്പോഴും അതിനെക്കുറിച്ച് പറയാതിരുന്നത് കോളേജിന്റെ അനുമതി ആകണമെങ്കിൽ ഇനി യൂണിവേഴ്സിറ്റിയുടെ അനുമതി കൂടി വേണം. ഫോർമലാണ്, അത് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അനുമതി, ഫൈനൽ അനുമതി കൂടി ആയിക്കഴിഞ്ഞാൽ അടുത്ത അധ്യയന വർഷം ജൂൺ മാസത്തിൽ നമുക്ക് കോളേജിൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പറ്റും. ഏതൊക്കെ കോഴ്സുകൾ വേണം, അതിന്റെ അധ്യാപനത്തിന്റെ രീതി എങ്ങനെയാണ്, അധ്യാപകരെ എങ്ങനെയാണ് നിയമിക്കുന്നത്, പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പൊ ഞാൻ തന്നെ ഒരു അഷുറൻസ് കൊടുത്തിട്ടുണ്ട്. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ പുതിയ പദ്ധതികളാണ് പറവൂരിൽ വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വീകരണ സമ്മേളനത്തിൽ യു.ഡി.എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി.എസ്. രഞ്ജിത്ത് അധ്യക്ഷനായി. ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മുൻ എം.പി. കെ.പി. ധനപാലൻ, ഡി.സി.സി ജനറൽ സെക്രട്ടറിമാരായ എം.ടി. ജയൻ, കെ.എ. അഗസ്റ്റിൻ, കൊച്ചുത്രേസ്യ ജോയ്, കെ.വി. പോൾ, ജോസഫ് ആന്റണി, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഫ്രാൻസി വലിയപറമ്പിൽ, എം.എസ്. റജി, നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വൈസ് ചെയർമാൻ എം.ജെ. രാജു, രമേശ് ഡി. കുറുപ്പ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഡെന്നി തോമസ്, എം.എ. നസീർ, കേരള കോൺഗ്രസ് ജോസഫ് നിയോജകമണ്ഡലം പ്രസിഡന്റ് റോഷൻ ചാക്കപ്പൻ, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കരീം നീണ്ടൂർ, കെ.കെ. അബ്ദുള്ള, മണ്ഡലം പ്രസിഡന്റുമാരായ ഡെന്നി തോമസ്, എം.എ. നസീർ, വിജു ചുള്ളിക്കാട്, പി.കെ. ഉല്ലാസ്, വി.എച്ച്. ജമാൽ, എം.ഡി. മധുലാൽ, ശ്രീജിത്ത് മനോഹർ, പി.എം. സുദർശൻ, മധു അയ്യമ്പിള്ളി, ഡി. രാജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയാവുന്ന കാര്യം കൂടിയാണ്. ഈ കാര്യങ്ങളിൽ നാളുകളിൽ ഉണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള വാദമുഖങ്ങളെയും ഖണ്ഡിക്കാനും നമ്മുടെ കാലഘട്ടത്തിൽ തുടങ്ങുന്ന പദ്ധതികൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ ജനപ്രതിനിധിക്ക് പിന്തുണ നൽകുന്ന പ്രസ്ഥാനം മുന്നണിയും എന്നുള്ള രീതിയിലും നമ്മൾക്ക് ഓരോരുത്തർക്കും നാടുകളിൽ അത് അഭിമാനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, പറവൂർ. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.